ജനങ്ങളോട് പറഞ്ഞാണ് ഞങ്ങൾ വന്നാൽ നടപ്പാക്കില്ല, അങ്ങനെയാണെങ്കിൽ ആ കരാറങ്ങ് റദ്ദാക്കിയ പോരെ. നല്ല സുഖമുള്ള കാര്യമാണ്. ഒരു കരാറിൽ VD സതീശനോ സഖാവ് പിണറായി വിജയനോ ഒപ്പുവെച്ചാൽ അത് അവരുടെ ഒപ്പമല്ല, സ്റ്റേറ്റിൻ്റെ ഒപ്പാണ്. സ്റ്റേറ്റാണ് ഒപ്പുവെക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റ് പോകുന്നൊരു കരാറിന് ഊരിയാ പോരെന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിച്ചിട്ടേ ചെയ്യൂ. ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട. പഠിക്കുന്നത് PM ശ്രീ എന്താണെന്നല്ല, PM ശ്രീയിൽ ഒപ്പിട്ട കരാറിൻ്റെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് അതിൽ നിന്ന് പോരാൻ പറ്റുക. ഞങ്ങൾ പോരാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്താ അതിൻ്റെ വഴി ഞങ്ങൾ പരിശോധിക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയാണ് എനിക്കിപ്പോൾ. ഇതിപ്പോൾ കോഴിക്കോട് ലീഗ് ഹൗസിൽ പരാതി പരിഹാരത്തിന് എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. ലീഗ് ഹൗസിൽ എന്തായാലും ഉണ്ടാവും. എല്ലാ ആഴ്ചയിലൊക്കെ പ്രയാസമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കാസർഗോഡിൻ്റെ ചുമതലയുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകാമെന്ന് പറയുന്നതിനാണ് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം എടുക്കുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലൊന്നും ഉണ്ടാവില്ല. മാസത്തിലൊരിക്കൽ നിർബന്ധമായും ബാക്കിയുള്ള സമയം കിട്ടുമെങ്കിൽ ബാക്കിയുള്ള സമയത്തും ഓഫീസിൽ വരാനാണ് ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ നിർദ്ദേശമുള്ളത്. സംസ്ഥാന കമ്മിറ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന് പല പഴയ നിലപാടുകളും തലകീഴായി മറയുന്നൊരു AP വിഭാഗത്തിൻ്റെ റിസാലയിലൊക്കെ പറയുന്നത് ശീർഷാസനം എന്നാണ്. അത് PM ശ്രീയുടെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിമർശനം. ഇപ്പോൾ PM ശ്രീയിൽ ജയിലിൽ പോയ ആൾക്കാരാണ് MSFൻ്റെ ആൾക്കാർ. എന്നാൽ അവർ റിമാൻഡ് പോലും ആയിട്ടുണ്ട്, അവർക്ക് നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു തലകീഴായി മറയുന്ന നിലപാടിലേക്ക് ലീഗ് പോകുന്നത്? അല്ല, അത് മീഡിയക്കാരുടെ സ്ഥിരമായിട്ട് പിന്നെ നിങ്ങൾ തലകീഴായി മറിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നൊരു കുഴപ്പമായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ തലയും കീഴയും മറിയൊന്നുമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായ നിലപാടാണ്. നിങ്ങൾക്ക് ഇന്ന് കൊടുക്കുന്ന സാധനം നാളെ വേറെ അഭിപ്രായം പറയേണ്ടി വരും. അതതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമാണത്. ഞങ്ങളിതിനാണ് തലകീഴായി മറിയേണ്ടത്. ഞങ്ങൾക്ക് ഫാസിസത്തോട് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന നമ്മളുടെ ചരിത്രത്തിലേക്കും നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്കൊക്കെ കടന്നു കയറുന്ന അപകടകരമായ വർഗീയത കൊണ്ടുവരുന്ന എല്ലാ രീതികളോടും ഞങ്ങളെതിരാണ്. ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചതിന് കിട്ടിയ 102 സീറ്റ് ഞങ്ങളുടെ ബലമാണ്. അപ്പോൾ ആ നിലപാട് അനുസരിച്ചിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവുക. ഞങ്ങൾ 102 സീറ്റ് ജനങ്ങൾ ഇത്രമേൽ ഭൂരിപക്ഷത്തിൽ, ഞാനത് പിന്നെ ആവർത്തിക്കണില്ല, ഞങ്ങളുടെ ഭൂരിപക്ഷം എണ്ണിയാൽ തീരില്ല. മറുഭാഗത്ത് ഞങ്ങളെ തോറ്റുപോയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു 1000-ന് താഴെ തോറ്റുപോയ ലീഗിൻ്റെ തന്നെ 3 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ഇത്ര വലിയ മികച്ച അംഗീകാരത്തെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്തിട്ടാണ് ഇനിയുള്ള ഭരണം മുമ്പോട്ട് പോവുക. അപ്പോൾ അതിനിടയിൽ നിങ്ങളിങ്ങനെ 1.5 മാസം പോലും ആവാത്ത ഞങ്ങളങ്ങനെ പ്രകോപിപ്പിക്കാം. അങ്ങനെയല്ല മിസ്റ്റർ, ഈ PM ശ്രീ നടപ്പാക്കാൻ പാടില്ലാത്തൊരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ഒരു ശങ്കയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി, ഒരു മുന്നണി സംവിധാനത്തിന് ഭരണത്തിലെത്തുമ്പോൾ അതിലൊരു പഠിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. കാരണം അതൊരു വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാണ് ഞങ്ങൾ വന്നാൽ നടപ്പാക്കില്ല, അങ്ങനെയാണെങ്കിൽ ആ കരാറങ്ങ് റദ്ദാക്കിയ പോരെ. നല്ല സുഖമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ എന്താണ്, ഒപ്പുവെച്ച കരാർ എന്താണെന്ന് അറിയാതെ, ഞാൻ നേരത്തെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കരാറിൽ VD സതീശനോ സഖാവ് പിണറായി വിജയനോ ഒപ്പുവെച്ചാൽ അത് അവരുടെ ഒപ്പമല്ല, സ്റ്റേറ്റിൻ്റെ ഒപ്പാണ്. സ്റ്റേറ്റാണ് ഒപ്പുവെക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റ് പോകുന്നൊരു കരാറിന് ഊരിയാ പോരെന്നൊക്കെ ചോദിച്ചാൽ ഒരു നിയമസഭാ സമിതി വെക്കുമ്പോഴേക്കും എന്തിനാ അത്ര വലിയ ആശങ്ക ഉള്ളത്? നിയമസഭാ സമിതി പഠിക്കാതെ, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പരിശോധിക്കാതെ ഇതേ ചോദിച്ച ചോദ്യം പറയും. എന്തേ ഒന്ന് ആലോചിച്ചില്ല? നീ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്നോട് ചോദിക്കുന്നത് എന്തേ ഒന്ന് ആലോചിച്ചില്ല, എന്തേ അപ്പോൾ ചിന്തിച്ചില്ല, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഇല്ലായിരുന്നു എന്നൊക്കെ ഇതുപോലെ ചോദിക്കും. അതുകൊണ്ട് ആ ചോദ്യത്തിന് നോക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടേ ചെയ്യൂ. ഒരു സംശയങ്ങൾ വിചാരിക്കേണ്ട. പഠിക്കുന്നത് PM ശ്രീ എന്താണെന്നല്ല, PM ശ്രീയിൽ ഒപ്പിട്ട കരാറിൻ്റെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് അതിൽ നിന്ന് പോരാൻ പറ്റുക. ഞങ്ങൾ പോരാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്താ അതിൻ്റെ വഴി ഞങ്ങൾ പരിശോധിക്കുക. അതല്ലാതെ PM ശ്രീനെ കുറിച്ച് പഠിക്കാൻ എന്തിനാ സമിതി? ഞങ്ങൾ പറയില്ല PM ശ്രീനെ കുറിച്ച് പഠിക്കാനൊരു സമിതി. അങ്ങനല്ല, ഒരു അക്കാഡമിക്കൽ സമിതിനല്ല വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സാങ്കേതികത്വമാണ്. ഒരു സർക്കാർ ഒപ്പുവെച്ചു പണം ഇങ്ങോട്ട് അയക്കുകയും രണ്ടാമത്തെ പണം അയക്കാൻ അവർ വില്ലിങ്ങായി നിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കരാർ മരവിപ്പിക്കാനുള്ള പ്രൊവിഷൻ എവിടെയാണ്? ഒരു സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചാൽ അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? എന്താ മരവിപ്പിക്കാൻ പ്രൊവിഷൻ? അങ്ങനെ പ്രൊവിഷനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് രഞ്ജിത്തെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പഠിച്ചേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതേ വടിയും കൊണ്ടുവന്നിട്ട് നാളെ നീ ചോദിക്കും എന്തായിരുന്നു നിങ്ങളൊന്നും ആലോചിക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. മദ്യനയത്തിലും അതുപോലെ വളരെ ക്ലാരിറ്റി ഉള്ള പാർട്ടിയാണ് ലീഗ്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം അത് നികുതി കുറച്ച് കൊടുക്കാൻ വേണ്ടി പോകാമെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മദ്യം വാങ്ങാനൊക്കെ പറ്റും. മദ്യനയത്തിൽ ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള നിലപാട് മദ്യം കഴിക്കരുതെന്നാണ്. ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല. സർക്കാരപ്പം മദ്യം കൂടുതൽ അങ്ങനെ ആ ജാതി വളരെ ബാലിഷമായിട്ട് ഉള്ള ചോദ്യം ചോദിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇതാക്കാന്ന് നീ ആയിരിക്കരുത്. അതിന് വേറെ ചോദിച്ചാൽ മതി, എൻ്റെ അടുത്ത് ചോദിക്കേണ്ട. അത് കാര്യമായിട്ട് അതൊക്കെ വളരെ ബാലിഷമായിട്ട് കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു കേസാണ്.
അപ്പോൾ ഞങ്ങൾ ഒരു ഗവൺമെൻറ്റിലാണ്, ഒരു മുന്നണിയിലാണ്, ഒരു സമൂഹത്തിലാണ്, ഈ രാജ്യത്തെ കുറേ നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ വേണ്ടി സാമുദായിക സംഘം ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഉൾപ്പെടെ അതിന് രംഗത്ത് വന്നു. ഇങ്ങനെ മദ്യ നികുതി കൂട്ടുന്നത് സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്, കുട്ടികൾ കിട്ടാതിരിക്കും. നികുതി കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമല്ലെന്നാണ് ചോദ്യം. ഈ ജാതി നികുതി കൂട്ടലും പിന്നെ വില കൂട്ടലുണ്ടായിട്ട് സർക്കാർ ചെയ്തെന്താ? പഞ്ചായത്തുകൾക്ക് പോലും കൊടുത്തിരുന്ന മദ്യം ഷാപ്പുകൾ വരുന്നതിനെ തടുക്കുന്ന നിയമം എടുത്തു കളഞ്ഞു ഇല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ച മദ്യഷാപ്പുകൾ എത്ര ഉണ്ടായിരുന്നത്? ഞങ്ങൾ ആത്യന്തികമായിട്ട് അന്നും ഇന്നും അത് പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് വിശ്വാസപരമായ പ്രശ്നമല്ലേ ഉള്ളത്? കോൺഗ്രസ്സുകാരുടെ ഗാന്ധിജിയുടെ പാർട്ടിയല്ലേ, ഗാന്ധിജിയുടെ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ? അവർക്കും നിലപാടുണ്ടല്ലോ. ആ നിലപാടുകൾ രഞ്ജിത്തെ നമ്മൾ എടുക്കുന്നത് രാജ്യത്ത് മദ്യനയത്തിലെ അപകടത്തെ കുറക്കാൻ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഞങ്ങൾ മദ്യം കുടിപ്പിക്കാൻ, കുട്ടികളെ മദ്യം കുടിപ്പിക്കാൻ, ലഹരി ഉപയോഗിക്കാനൊക്കെ ഉണ്ടാകുന്ന പദ്ധതികൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കും, സംശയമൊന്നുമില്ല. ലൈഫ് മിഷനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പൊളിക്കാൻ പോവുകയാണ്, ലൈഫ് മിഷൻ ജനങ്ങൾക്ക് ഇനി വീട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ലൈഫ് മിഷനിൽ മുടങ്ങിക്കിടക്കുന്ന നിരവധി പദ്ധതികൾ, ഞാനതിൻ്റെ മോണിറ്ററിങ്ങിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒരു സിറ്റിംഗ് കഴിഞ്ഞതാണ്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു വളരെ സെപ്പറേറ്റായിട്ട് ഇത് വീണ്ടും വിളിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ, നിങ്ങൾ കുന്നമംഗലത്ത് നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട്. കുന്നമംഗലത്ത് പോയി നോക്കിയേ, ഒരു ഫ്ലാറ്റ് എത്ര കോടി മുടങ്ങി കിടക്കുന്നു. അങ്ങനെ മുടങ്ങി കിടക്കുന്ന ഒരുപാട് പദ്ധതികൾ ലൈഫ് പദ്ധതിയിൽ ഇപ്പോഴും ഉണ്ട്. ഫ്ലാറ്റുകൾ കുറേ ഉണ്ട്. അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ആ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ഉത്സാഹമില്ല, ആ പദ്ധതിയിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കാനുള്ള തിരക്കാണ് ഞങ്ങൾക്കുള്ളത്. അത് പരിഹരിക്കുക തന്നെ ചെയ്യും. അത് അങ്ങനെ അതുമ്പോൾ തൊടുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് ഇത് ലൈഫ് പദ്ധതി ഇല്ലാതാക്കാൻ പോകണു എന്നൊന്നും വേണ്ട. അന്വേഷണങ്ങളും അതിൽ നടത്തിയിട്ടുള്ള അഴിമതികളുണ്ടെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. ക്രമക്കേടുകൾ ഒഴിവാക്കിയ പദ്ധതി തുടരും. ക്രമക്കേടുകൾ ഒഴിവാക്കിയിട്ട് ആർക്കൊക്കെ ആണോ വീടുകൾ പിന്നെ ലഭ്യമാകാത്തത്, ഫ്ലാറ്റുകൾ എത്ര ആളുകളുടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും ആ പ്രശ്നം എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും കൃത്യമായിട്ട്. തദ്ദേശ വകുപ്പിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ തെരുവ് നായകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അത് സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട്, അവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ളത്. അതിലെന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ട് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ ചെറിയ പശ്ചാത്തലത്തിൽ നമ്മൾ വന്ന വാർത്തകളിലൊക്കെ വന്നിരിക്കുന്നത് കൊല്ലാം എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ്. നമ്മളങ്ങനെ കൊല്ലാം എന്ന് പറയുന്നതിന് ഒറ്റയടിക്ക് ഇറങ്ങി തിരിച്ചാൽ ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ആ ടൈം തന്നെ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഇന്നലെ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ അതിനു വേണ്ടി സ്ട്രേ ഡോഗ്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചു. പിന്നെ അതിൽ എങ്ങനെ ഇത് പരിഹരിക്കാവുന്ന ഒരു പാക്കേജ്, ഞങ്ങളിപ്പോൾ ഈ ABC സെൻറ്ററുകളില്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ പോലും ഉണ്ട്. അവിടെ ഞങ്ങൾ മൂവ് ചെയ്യുന്ന ABC നല്ല സക്സസ് ആണത്. അത് അത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വനാതിർത്തികളിൽ ഒരേക്കറിൽ നമുക്ക് ചുരുങ്ങിയത് 1000 നായ്ക്കളെ കൊണ്ടുപോയി നിർത്താൻ പറ്റും. അവർക്ക് ഭക്ഷണം കൊടുത്തൊക്കെ നിർത്താവുന്ന സന്നദ്ധ സംഘടനകൾ ഒരു ഭാഗത്തുണ്ട്. ഇനി അപകടകാരികളായിട്ടുള്ള നായ്ക്കളെ കണ്ടെത്താവുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതോടുകൂടി അറിയാം. ഇതെല്ലാം ഉപയോഗിച്ച് പഞ്ചായത്തുകളിൽ ചെറിയ ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതിക്ക് ഈ കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനും അവർക്ക് ഇക്കാര്യത്തിൽ എടുക്കാവുന്ന വിവേചനാധികാരത്തെ കുറച്ചൊക്കെ അവർക്ക് കൂടെ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് വരും. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു സമിതി അതിനും ഞങ്ങൾ ഉണ്ടാക്കി. ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം അവരുടെ റിപ്പോർട്ട് കിട്ടുന്ന ഉടനെ തന്നെ ഞങ്ങളതിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും.